നമ്മുടെ ഇലക്ഷന്റെ സമയത്ത് തന്നെ ഇലക്ഷന്റെ വർക്ക് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ എം പി ആയിരുന്നു. എം പി അന്ന് ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോൾ തന്നെ പറഞ്ഞതാണ് MBയുടെ ഫണ്ട് തീർച്ചയായിട്ടും ഈ വാർഡിലോട്ട് അനുവദിക്കാമെന്ന്. അപ്പൊ അതുകൊണ്ട് ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വന്നു, സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞ ഉടനെ ഞങ്ങൾ ആദ്യം ചെയ്തത് MBയെ പോയി കാണുകയായിരുന്നു. 10 ലക്ഷം രൂപയ്ക്ക് ഞാൻ എഴുതി കൊടുത്തു. MB ഒരു അഭിപ്രായ വ്യത്യാസവും പറയാതെ 10 ലക്ഷം രൂപയും അനുവദിച്ചതിന്റെ റിപ്പോർട്ട് പഞ്ചായത്തിലെത്തി. പഞ്ചായത്ത് കമ്മിറ്റിയിൽ അത് പാസ്സാക്കി. അതിപ്പോൾ അവിടുന്ന് ബ്ലോക്കിലോട്ട് അയക്കുകയും ചെയ്തു. ഇനിയിപ്പം അധികം വൈകാതെ തന്നെ എസ്റ്റിമേറ്റ് എടുത്തിട്ട് ടെൻഡർ വയ്ക്കുക, റോഡ് പണിയുക, അത്രയേ ഉള്ളൂ ജോലി. അതിപ്പോ നമ്മള് ആ റോഡിൽ നിന്ന്, അതായത് നമ്മുടെ കൊപ്പറയത്തെ അതൊക്കെ ഓമനക്കുട്ടേണ്ണന്റെ വീട് അങ്ങ് തീരുന്ന ആ ഭാഗത്ത് നിന്ന് പനച്ചിമൂട്ടിൽ, അതായത് മറ്റേ റോഡ് പണിഞ്ഞ് നിർത്തിയിരിക്കുന്നിടം വരെ ഉള്ള ഭാഗം, മെയിൻ്റനൻസ് ഇല്ല, ആ പുതിയ റോഡിന്റെ മൊത്തം ഭാഗവും ചെയ്തു തീർക്കാനായിട്ടാണ് ഫണ്ട് അനുവദിച്ചിരിക്കുന്നത്. അപ്പൊ ഏതായാലും 2 മാസം, അടുത്ത മഴയ്ക്കൊക്കെ മുമ്പ് എന്തുമായാലും ഈ റോഡ് ശരിയാക്കിയിരിക്കും. കാരണം ഈ ഭാഗത്ത് സുമതി ചേച്ചിയുടെയൊക്കെ ഏറ്റവും വലിയൊരു ആവശ്യം എന്ന് പറയുന്നത് ഈ റോഡ് എന്ന് പറഞ്ഞ ഒരു ആവശ്യമാണ്. ഞാൻ ഇതിലെ വെറുതെ പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ പറയുമായിരുന്നു. ഇലക്ഷന് നിൽക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇതിലെ വരുമ്പോഴൊക്കെ സുമതി ചേച്ചിയൊക്കെ പറയുമായിരുന്നു, ഈ റോഡ് ഒന്ന് ശരിയാക്കി തരണം. വയസ്സായ ആളുകളുള്ള സ്ഥലമാണ് സുമതി ചേച്ചിയുടെ അവിടെ. അതിന്റെ താഴെയൊക്കെ പ്രായമുള്ള ആളുകളാണ്. എന്തെങ്കിലും ഒന്ന് വന്ന ഒരു ഓട്ടോറിക്ഷ പോലും വരത്തില്ല, അത്രത്തോളം ദയനീയമായ ഒരു അവസ്ഥയിൽ കിടക്കുന്ന റോഡായിരുന്നു. അപ്പൊ ഏതായാലും അത് നമ്മൾ ഉടനെ തന്നെ ചെയ്യും. MBയുടെ ഫണ്ട് എല്ലാം റെഡിയായി, കുഴപ്പമില്ല, ഉടനെ തന്നെ റോഡ് ചെയ്യും.